400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവം ഈ ലോകത്തോട് ഇടപെട്ട് തുടങ്ങിയൊരു സമയം. ആ സമയത്തിൽ ദൈവം തൻ്റെ എൻകൗണ്ടറുകളെ തുറന്നുവിട്ടു. എൻകൗണ്ടറുകൾ തുറന്നുവിട്ടതിന് ശേഷം ആ എൻകൗണ്ടറുകളിൽ നിന്ന്, ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ നിന്ന് ജനിച്ച 2 വ്യക്തികൾ തമ്മിൽ യോർദാൻ്റെ കരയിൽ ഒന്ന് കണ്ടുമുട്ടിയ അനന്തരം യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടുന്നു. സ്നാനപ്പെട്ട ഉടനെ സ്വർഗം തുറന്നു. അവിടെയാണ് നമ്മൾ പകലിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. എൻ്റെ കൂടെ ആ വാക്ക് ഒന്ന് ചേർന്ന് പറയാമോ? സ്വർഗം തുറന്നു. ആ തുറക്കപ്പെട്ട സ്വർഗം ഇന്നും അടഞ്ഞിട്ടില്ല. ഇന്ന് ഈ വൈകുന്നേരം 7:30 നമ്മൾ ഇരിക്കുന്ന നമ്മുടെ മുകളിൽ ഇത് ഓപ്പണായി കിടപ്പുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ആ വാക്ക് ഓപ്പണായി കിടപ്പുണ്ട്. സഭയുടെ മേൽ ദൈവം അയക്കുന്നതൊന്നും വഴിവച്ചിൽ വെക്ക് തടയാൻ ഒരുത്തനും ഇനി റൈറ്റില്ല. ചീറിപ്പാഞ്ഞു വരുന്ന ഒരു റൺവേയുടെ മുമ്പിൽ കയറി നിൽക്കാൻ ഒരാൾക്കും അവകാശമില്ല. നിങ്ങളാരും മിണ്ടിയില്ല. ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന റൺവേയിലൂടെ പാഞ്ഞു വരുമ്പോൾ അതിൻ്റെ മുന്നേ കയറി നിൽക്കുന്നവൻ പടമായി പോകും. അതുപോലെ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ് ഇന്ന് ബഥേൽ ഇരിക്കുന്നതെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ റിലീസ് ചെയ്യപ്പെടുന്നതിനെ ഒന്നും വഴിവക്കിൽ വെച്ചോ ആകാശമണ്ഡലങ്ങളിലോ വെച്ചോ തൊടാനായിട്ട് ഒരുത്തനും ധൈര്യം കാണിക്കത്തില്ല. തൊടാൻ വന്നാൽ അത് അവനെ അങ്ങ് എടുത്തോണ്ടിങ്ങ് പോരും. ഞാൻ പരിശുദ്ധാത്മാവിൽ കുടുംബങ്ങളോടുള്ള ദൈവാലോചന കൈമാറുകയാണ്. നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നതൊന്നും ഇന്ന് വഴിവക്കിൽ വെച്ച് തടയപ്പെടുകയില്ല. തടയപ്പെടാതെ അത് തക്ക സമയത്ത് കരങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടട്ടെ. അത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷേകമാണെങ്കിലും, അത് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണെങ്കിലും, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ വിടുതലാണെങ്കിലും, ഒരു ദൈവപ്രവൃത്തിയാണെങ്കിലും, ഒരു പകർച്ചയാണെങ്കിലും, ഇന്ന് രാത്രി തടയപ്പെടാതെ ചോദിച്ച സെക്കൻഡുകൾക്ക് അപ്പുറത്ത് തന്നെ സ്വർഗത്തിൽ നിന്നത് റിലീസ് ചെയ്യുമെന്ന് ഇതാ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ഉറപ്പോടുകൂടി ആലോചന തരികയാണ്. അങ്ങനെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ കസേരയിൽ ഇരുന്ന് ചോദിച്ചോ. ഈ രാത്രിയിലെ സെഷൻ തീരുന്നതിന് മുമ്പ് അൺയൂഷ്വലായ ഒരു പകർച്ച, അസാധാരണമായ ഒരു കൈമാറ്റം ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നവരുടെ കയ്യിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന് തന്നെ, മഹിമയുടെ സിംഹാസനത്തിൽ നിന്ന് തന്നെ, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് തന്നെ. ഓ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു ആലോചന ഞാൻ സഭയോട് പറയാം. തിരിയുന്ന ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന ഒഫാനിമുകളുടെ മുകളിൽ സഞ്ചരിക്കുന്ന കെരൂബുകൾ ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടി തുറന്നു വന്നിട്ടുണ്ട്. ഞാൻ എഴഞ്ഞു വരുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്, നടന്നു വരുന്നവരുടെ കാര്യമല്ല പറയുന്നത്. തിരിയുന്ന ചക്രങ്ങളായ ഒഫാനിമുകളുടെ മുകളിൽ എഴുന്നള്ളി വരുന്ന കെരൂബുകൾ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികളും, നിങ്ങളുടെ മേൽ ഒഴിക്കാനുള്ള അഭിഷേകത്തിന്റെ തൈലവും, നിങ്ങളുടെ ശരീരത്തിൽ തേക്കാനുള്ള സൗഖ്യത്തിന്റെ എണ്ണയുമായി. ഓ ഓ ഓ ഓ പിടിച്ചോ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരീരങ്ങൾ ഫ്രീ ആകട്ടെ, ആസ്ഥികളിലെ തേയ്മാനങ്ങൾ അവസാനിക്കട്ടെ, ബ്ലഡ് ഷുഗറുകൾ നോർമലാകട്ടെ. ഡയബറ്റിക്കിനോട് ഞാൻ കമാൻഡ് ചെയ്യുന്നു, ഇപ്പോൾ നേരിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി ആരംഭത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു. ഈ ശുശ്രൂഷയുടെ ഏതോ ഇടവേളയ്ക്കകത്ത് ഏലിയാവിന്റെ ഇരട്ടി ശക്തി യോഹന്നാന്റെ മേൽ വീണതുപോലെ ഈ തലമുറയിൽ ആകാശമണ്ഡലങ്ങളെ അടയ്ക്കാനും, രാജകൊട്ടാരത്തിനകത്ത് കയറി ചിലതിന് വിളിച്ചു പറയാനും, മഞ്ഞിനെയും മഴയെയും നിയന്ത്രിക്കാൻ വരെ കഴിവുള്ള ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ മാൻഡിൽ. ഇത് എല്ലാവർക്കും ആമേൻ പറയുന്ന ആലോചനയല്ല. എന്നോട് കർത്താവ് പറയുന്നു, ചില നാവുകൾക്കകത്തോട്ട് ഇന്ന് രാത്രി ദൈവം ഒരു കൊടിയിലിൽ തീക്കനലെടുത്ത് യെശയ്യാവിന്റെ അധരത്തിൽ തൊട്ടതുപോലെ തൊടുന്നുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, അവിടെ 11 പേരുടെ മേൽ "11 peoples on this side receive the touch of fire." Take it. Balo Ruvaya Levra Shahadahataya.
ഈ ജനറേഷൻ അത് ആവശ്യമുണ്ട്, ഈ തലമുറയ്ക്ക് അത് ആവശ്യമുണ്ട്. 1 2 3 4 5 6 7 8 9 10 11. Take it, take it, take it. Woo. The mantle of Elijah is overflowing to Bethel. Yes, yes, yes. അധരങ്ങളിൽ തീക്കനൽ കൊണ്ടൊരു സ്പർശനം ഉണ്ടാകുന്നു. അധരങ്ങളിൽ തീക്കനൽ കൊണ്ടൊരു സ്പർശനം ഉണ്ടാകുന്നു. പ്രവാചകയെ, നീ പറഞ്ഞിട്ടല്ലാതെ ബഥേലിന്റെ ആത്മമണ്ഡലങ്ങളിൽ അന്ധകാര ശക്തികൾ ചലിക്കാതെ വണ്ണം അധരങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു സിഗ്നൽ വിടട്ടെ. ആത്മതലങ്ങളിലെ ഭാഷകൾ ഇന്ന് പരിശുദ്ധാത്മാവ് അധരങ്ങളിൽ റിലീസ് ചെയ്യുന്നു. വിട്ടോ വിട്ടോ, വിവശതയില്ല, വിട്ടോ. എഴുന്നേറ്റ് വരുമ്പോ പറയാൻ ചില പ്രവാചക ദർശനങ്ങൾ ഉണ്ടാകും. ഇത് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് പകരുന്നതാ. മാളിക മുറിക്കകത്ത് ഇറങ്ങി വന്നപ്പോൾ അവരുടെ മേൽ വിവശതകളുണ്ടായി. പുതുവീഞ്ഞ് കുടിക്കുന്നത് പോലെ അവരുടെ മേൽ ആ ശക്തി നിറഞ്ഞു. നോക്കിയെന്നവർ പറഞ്ഞു, ഇവരെന്താ പരിപാടിയാണ് കാണിക്കുന്നേ? മത്ത് പിടിച്ച് കറങ്ങുന്ന പോലെ ഇവരെന്താ പരിപാടിയാണ് കാണിക്കുന്നേ? അവർക്ക് മനസ്സിലായില്ല, റോമിന്റെ കയ്യിലിരിക്കുന്ന യെരുശലേമും യഹൂദിയും ശമരിയും ദിവസങ്ങൾക്കകത്ത് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇവർ മറിച്ചിടും. കേട്ടില്ല, കേട്ടില്ല. ട്രംപിന്റെ കയ്യിലിരിക്കുന്ന അമേരിക്കയെ ചിലർ മറിക്കും. പുട്ടിന്റെ കയ്യിലിരിക്കുന്ന റഷ്യ ചിലർ മറിക്കും. ഞാൻ പബ്ലിക്കായി പറയാം, മോദിയുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യ ചിലർ മറിക്കും. അങ്ങനെ തന്നെ പറഞ്ഞത്. ആമേൻ പറഞ്ഞോ? യെരുശലേമിനെ കീഴ്മേ മറിച്ചെങ്കിൽ അർത്തമീസിന്റെ പേരിൽ അറിയപ്പെടേണ്ട എഫെസോസിനെ ഇന്ന് ബൈബിളിലെ ലേഖനത്തിനകത്ത് കൊണ്ടുവന്നെങ്കിൽ 5 അടി മാത്രം ഉയരമുള്ള പൗലോസിന്റെ അകത്ത് വ്യാപരിച്ച അതേ ആത്മശക്തി ഇന്ന് രാത്രിയും ഇതിനകത്ത് അതുപോലെ ഒഴുകുന്നുണ്ട്. ആധിപത്യങ്ങളുടെ അടിവേര് വീഴുകാൻ സഭ എഴുന്നേറ്റ് വരിക. കലണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഉത്സവങ്ങൾ ഞാൻ പ്രവചിച്ചു പറയാം. 2030 വെച്ചിട്ട് കലണ്ടറിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ആമേൻ പറഞ്ഞു. സഭ പറഞ്ഞാൽ അത് സംഭവിക്കും. സ്വർഗം തുറന്നിട്ടുണ്ട്. ഇന്ന് ബഥേലിന്റെ മേൽ ദൈവം അയക്കുന്നതൊന്നും വഴിയിൽ തടയത്തില്ല, കല്ലേൽ ഇടിച്ച് നിൽക്കത്തില്ല, മതിൽ കെട്ടി മറയ്ക്കാൻ പറ്റില്ല. പറ്റില്ലെന്നേ, പറ്റില്ലെന്നേ, പറ്റില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. വിസകൾ ഓപ്പൺ ആകട്ടെ, യാത്രകൾ ഓപ്പൺ ആകട്ടെ, ഭാവിയുടെ അസ്ഥിരത മാറിപ്പോകട്ടെ. കർത്താവേ എന്നെന്ന് ചോദിച്ചില്ലേ? ഇതാ ഞാൻ ആത്മാവിൽ നിന്നോട് ആലോചന പറയുന്നു. ഇന്ന് രാത്രി അതുകൊണ്ട് പുതിയ നിയമത്തിൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നതൊരു ഫ്ലോയാ. യോർദാന്റെ കര മുതൽ ഓപ്പൺ ഹെവൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഫ്ലോയാ, ഒഴുക്ക. എന്തില്ല? നടുക്ക് തടയാനൊന്നില്ല. ഒന്നും ആമേൻ പറഞ്ഞേ. അവൻ തടയാൻ വരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്,
തടയുന്നവൻ അവിടെ ഇല്ല എന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് വരെ തടഞ്ഞുകൊണ്ടിരുന്നു, ഇനി തടയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞോട്ടെ. ഈ സഭയുമായി ബന്ധത്തിൽ 2025 നവംബർ മാസം വരെ അവൻ തടഞ്ഞു. പലതിനെയും തടഞ്ഞു, പല കുടുംബങ്ങളെ തടഞ്ഞു, പല വഴികൾ തടഞ്ഞു, പല വലിയ കൂട്ടങ്ങളെ അവൻ മതിൽ കെട്ടി അടച്ചു. ഇത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല, മാസ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ ലീഡേഴ്സിന് കൃത്യമായി മനസ്സിലാകും. ചില ഏരിയകളിൽ കൊയ്ത്തുണ്ടാകുമെന്ന് നിങ്ങൾ കൊതിയോടെ നോക്കിയിരുന്നു, പക്ഷെ വരണ്ട നിലം പോലെ അതങ്ങ് വറ്റിപ്പോയി. തടഞ്ഞില്ലെന്ന് ഞാൻ പറയുന്നില്ല, തടഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി മുതൽ എണ്ണം പെരുകയാണ്, എണ്ണം പെരുകയാണ്, സംഖ്യ മാറുകയാണ്. ഇന്ന് ബഥേൽ വന്നെത്തി നിൽക്കുന്ന ഒരു സംഖ്യയുണ്ട്. പാസ്റ്ററെ ശ്രദ്ധിച്ചോ, ഇന്ന് ബഥേൽ വന്നെത്തി നിൽക്കുന്ന ഒരു സംഖ്യയുണ്ട്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സിനകത്ത് ധൈര്യമുണ്ടെങ്കിൽ ഞാനൊരാലോചന പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ടു പറയാം. 2026 നവംബർ മാസത്തിലെ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഓവർഫ്ലോയിങ് ആയിരിക്കും. മാർക്ക് മൈ വേർഡ്. അടുത്ത വർഷം കർത്താവ് വന്നില്ലെങ്കിൽ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവദാസന്മാർക്ക് ഇറങ്ങി വരാൻ വെളിയിൽ സ്ഥലമില്ലാതെ പോലെ ഇവിടെ മുഴുവൻ നിറയട്ടെ എന്ന് ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. കൊള്ള പിടിച്ചെടുക്കുന്നത് പോലെ ചില ഗ്രാമങ്ങളെ വിഴുങ്ങാൻ ബഥേലിന്റെ മേൽ ഇതാ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഓ, ആ വാക്കാ എന്നോട് കർത്താവ് പറയുന്നേ, സോളോ ചെയ്ത് കളയുക. ആകാശത്തിലിരുന്നവനും വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നവനും കഴിഞ്ഞ നാളിൽ വിഴുങ്ങിയില്ലേ, അവന്റെ വാക്കകത്ത് കയറി അവനെ അത് തുപ്പിച്ചിട്ട് ഇത് സഭ വിഴുങ്ങും. യോർദാന്റെ കരയിൽ വെച്ചിട്ട് സ്വർഗം തുറന്നു. ആമേൻ. ഇത് നമ്മളിവിടെ ഇരിക്കുന്നത് തുറന്ന കഥ പറയാനാ. ഹല്ലേലൂയ. എന്ത് തുറന്ന കഥ പറയാനാ? രാജ്യങ്ങൾ തുറന്ന കഥ പറയാനാ. ശുശ്രൂഷ ഓപ്പണായ മിനിറ്റാണ്. എനിക്കറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് ഒന്ന് നീങ്ങാൻ സമ്മതിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്ത് നിന്നും 30ഓളം വരുന്ന ശുശ്രൂഷകർ ഇന്ന് രാത്രി ശുശ്രൂഷ കൈമാറ്റത്തിലേക്ക് വരും. എന്നോട് ദൈവം ഒരു അടയാളം പറയുന്നു, അത് നിങ്ങളുടെ മേലുണ്ടെന്നും ഈ രാത്രി പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ മേൽ ഇടുവെന്നും ബോധ്യമാകത്തക്കവണ്ണം ചിലരുടെ കാതിനകത്തും ചിലരുടെ കൈവെള്ളയിലും വലിയ ചൂടടിക്കും. ചൂട് 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 ചൂട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ചിലർക്ക് ഇരിക്കാൻ കഴിയാത്തതുപോലെ ദൈവശക്തി അവരെ മൂടും. അപ്പോൾ ഉറപ്പിച്ചോ, ഇന്നീ പറയുന്ന ആലോചന പോലെ അടുത്ത ജനറേഷനിലേക്കും അടുത്ത സീസണിലേക്കും വേണ്ടി ദൈവം നിന്നെ സെറ്റപ്പാട്ട് ചെയ്യുകയാണ്. ഓ, സെറ്റപ്പാട്ട് ചെയ്യുകയാണ്. എനിക്ക് വേണ്ടി എന്ന അവകാശത്തോടു കൂടി അവൻ അഭിഷേക തൈലം തളിച്ച് മുദ്ര വെച്ച് മാറ്റുകയാണ്. വേഗത്തിലൊരു ഡോറ് തുറക്കുന്നു, വേഗത്തിലൊരു വഴി തെളിഞ്ഞു വരുന്നു. സഫലമായൊരു വഴി എഫെസോസിലേക്ക് പൗലോസിന് തുറന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ സഫലമായൊരു വാതിൽ തുറന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോർദാന്റെ കരയിൽ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ നിന്ന് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, 2 ചിറകുള്ള പ്രാവിനെ പോലെ അത് യേശുവിൻ്റെ മേൽ പറന്നിറങ്ങി. ഒരിടത്ത് ശക്തിയും മറിടത്ത് അധികാരവും. ഡുനാമിസ് ആൻഡ് എക്സൂസിയ. സഭ ഒരുമിച്ച് ആ വാക്കൊന്ന് ആവർത്തിച്ചു പറഞ്ഞേ, ഡുനാമിസ് ആൻഡ് എക്സൂസിയ. ഈ തലമുറയിലെ സഭയ്ക്ക് വേണ്ടിയത് ശക്തി മാത്രമുള്ള സഭയല്ല, അധികാരം കൂടെ ഉള്ള സഭയാ. ചിലയിടത്ത് അധികാരം മാത്രമുണ്ട്, പക്ഷേ ശക്തിയില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ്
ബാലൻസ് ചെയ്യുന്ന അഭിഷേകത്തിനകത്തോട്ട് കയറ്റി നിർത്തുക. നീ ഒരിടത്ത് ശക്തി പ്രകടിപ്പിക്കും, മറിടത്ത് നിന്റെ മേലുള്ള അധികാരത്തെ നീ പ്രകടമാക്കും. ഒരിടത്ത് ശക്തി, മറിടത്ത് അധികാരം. ശക്തിയും അധികാരവും ചേർന്നൊന്ന് പറഞ്ഞ എൻ്റെ കൂടെ: പവർ ആൻഡ് അതോറിറ്റി, ഡുനാമിസ് ആൻഡ് എക്സൂസിയ. അങ്ങനെ ഏതെങ്കിലും ഒരു സഭ അത് ആഗ്രഹിച്ചാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അതിന് തല കുനിച്ചത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ, ദൈവം അത് അവൻ്റെ മേൽ സൗജന്യമായി അയച്ചു കൊടുത്താൽ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പേരെഴുതാതെ ചരിത്രത്തിന് മുന്നോട്ട് ചലിക്കാൻ പറ്റത്തില്ല. നിങ്ങളെക്കുറിച്ച് ഒരു ആർട്ടിക്കിളെങ്കിലും എഴുതാതെ ചരിത്രത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേര് പ്രസിദ്ധമാകാതെ നിങ്ങളിലെ ഒതുങ്ങിപ്പോകത്തില്ല. കാരണം ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മുഴുവൻ അമാനുഷികമായിരിക്കും. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് 6 അടി ഉയരമുള്ള സാധാരണ മനുഷ്യനാണ് നിങ്ങളെങ്കിൽ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആ സാധാരണ മനുഷ്യരെ അസാധാരണ മനുഷ്യരാക്കി മാറ്റിയത് ശക്തിയും അധികാരവുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ആ അധികാരവും ശക്തിയും ഇന്ന് അതുപോലെ നമ്മുടെ മേലൊന്ന് ഇറങ്ങി വന്നാൽ, ഞാൻ പറയുന്നത് നിങ്ങളുടെ മേൽ അധികാരമോ ശക്തിയോ ഇല്ല എന്ന ആശയത്തിൽ കൈക്കൊള്ളരുത്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ശക്തി അല്ലെങ്കിൽ അധികാരമുള്ളവരാണ്, പരിശുദ്ധാത്മാവുള്ളവരാണ്. ഞാൻ പറയുന്നത്, സഭ ഒരുമിച്ചൊന്ന് വന്നാൽ, ഒരു ചിറക് കൂടെ ഒന്ന് വിരിഞ്ഞു വന്നാൽ, 2 വശങ്ങളിലേക്കായി ഡുനാമിസും എക്സൂസിയയും ഒന്ന് പ്രകടമായി വന്നാൽ, ബാംഗ്ലൂരിലെ ഡോമിനേഷൻ നിങ്ങളുടെ കയ്യിലേക്ക് കർത്താവ് കൊണ്ടുതരും. അന്ത്യോക്യ കീഴ്പ്പെട്ടതുപോലെ, എഫെസോസ് കീഴ് വന്നതുപോലെ, ബെരോവ കീഴി വന്നതുപോലെ, തെസലോനിക്ക ഇളകിയതുപോലെ നിങ്ങളുടെ കാല് ചവിട്ടുമ്പോൾ, ഞാൻ പറയുന്നത് 5 കിലോമീറ്ററുള്ളൊരു ഭൂപ്രദേശം ചലിക്കുന്ന കാര്യമല്ല, 500 കിലോമീറ്ററും 500 മൈലും നീണ്ടു കിടക്കുന്ന ജില്ലകൾ നിന്റെ കാലുവെപ്പിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ചലിക്കുന്നു, 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 ചലിക്കുന്നു. നിശ്ചലമായി പോയ സാഹചര്യം ഇനി ഉണ്ടാകത്തില്ല. സ്റ്റാഗ്നന്റ് ആയി പോയ ലൈഫുകളെല്ലാം ഇന്ന് രാത്രി ഈ മിനിറ്റിൽ ചലിച്ചു തുടങ്ങട്ടെ. ശരി, ഞാൻ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. കർത്താവിൻ്റെ ആത്മാവ് പക്ഷേ എന്നോട് ഒരു പ്രവാചക ശബ്ദം പറഞ്ഞു. നിങ്ങൾ വിളിക്കാതെ തന്നെ ഞാൻ അങ്ങ് ജനറലി പറഞ്ഞേക്കാം. കഴിഞ്ഞ 2.5 വർഷമായി there is no progress and change. കൈവക്കിയോ? 2.5 വർഷമായി ഒരു മാറ്റവും ഇല്ല, ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല, ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല. നിശ്ചലമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ സ്റ്റാഗ്നന്റ് ആയിപ്പോയി. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നിശ്ചലമായി പോയി. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ചലിക്കുന്നില്ല. മാസ്റ്ററെ എന്ത് ചെയ്യുന്നില്ല? അനങ്ങുന്നില്ല. അനങ്ങാത്ത ചിലത്. ഞാൻ ആ സ്പിരിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. മുകളിൽ ഇളക്കമുണ്ട്, പക്ഷേ സമുദ്രത്തിൻ്റെ ആഴത്ത് മഹാനക്രം അനങ്ങാതെ കിടക്കുക. അവൻ പിടിച്ച് ഞെരിച്ചു വെച്ചേക്കുക. I bind the spirit of marine in the name of Jesus of Nazareth. You don't have any claim over this church and people. Out. I release the freedom. Oh. ആ മനുഷ്യന്റെ മേൽ മഹാനക്രത്തിന്റെ ചൂണ്ടൽ പൊട്ടുന്നു. ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തെ തൊട്ടെ, അദ്ദേഹത്തെ തൊട്ടെ. അങ്കിളിന്റെ 4ാമത്തെ നിറയിലിരിക്കുന്ന മനുഷ്യൻ, അതെ അതെ അതെ, തൊട്ടോ. മഹാനക്രത്തിന്റെ ചൂണ്ടലിൽ നിന്ന് ആ മനുഷ്യൻ ഇപ്പോൾ ഫ്രീ ആകുന്നു. ഐ ഡെലിവർ യു. യെസ്. അവന്റെ ഭാവിയെ മുഴുവൻ വിഴുങ്ങി വെച്ചിരുന്നത്. ഞാൻ ഒരാളെ ചൂണ്ടി കാണിച്ചെന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് നോക്കണ്ട, നിങ്ങളോടുള്ള ദൂതാ. നിന്റെ വീടിനെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല, നിന്റെ സമ്പത്തിനെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല, നിന്റെ ജോലിയെ അനക്കിയിട്ടില്ലവൻ.
ശുശ്രൂഷയ്ക്കകത്ത് അനക്കം വെച്ചിട്ടില്ല. പ്രാർത്ഥിച്ചും വചനം പറഞ്ഞും ഡിക്ലെയർ ചെയ്തും വിശ്വാസ പ്രഖ്യാപനം നടത്തിയിട്ടും അനങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി 8:40 കഴിയുമ്പോ അനങ്ങും. അതൊഴുകും. ലിവ്യാദാന്റെ തല തകരുന്നു. ആഴങ്ങളിലേക്ക് പിടിച്ചു വെക്കാൻ ഇനി ആ ദുരാത്മ മണ്ഡലത്തിന് കഴിയില്ല. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൂടി പറയുന്നു, ഒരു വാക്കുകൂടി. ചിലരുടെ ടേക്ക് ഓഫ് ആണ്. വിശ്വസിച്ചോ? ചിലരുടെ ടേക്ക് ഓഫാ. ഈ ചിലരുടെ ടേക്ക് ഓഫാ. ഈ ഉപവാസ പ്രാർത്ഥനയിലെ ഈ 3ാമത്തെ രാത്രിയിൽ ഇവിടെ നടക്കുന്നത് കൗണ്ട് ഡൗണാ. നീ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി മുഴുവൻ അങ്ങോട്ട് റിലീസ് ആകട്ടെ. 8, 7, 6, 5, 4, 3, 2, 1. Boom. God in the spirit. Elevate in the spirit. Go higher. പുറകുവശത്ത് കർത്താവ് എന്നോട് പറയുന്നു, ശക്തിയെ പുതുക്കി പറക്കുന്ന കഴുകന്മാരെ പോലെ ചിലരുടെ ടൈം ഓഫ് എലവേഷൻ, കൈറോസ്. ആ ദൂതിനെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെങ്കിൽ ആരാധിക്കാം. ഒന്ന് ചാടണമെന്ന് തോന്നി ചാടിക്കോ. പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എലവേഷൻ, എലവേഷൻ. ആ വാക്ക് തന്നെ കർത്താവ് എന്നോട് പറയുന്നു, ഇനി അതിനെ ഒടുക്കാൻ പറ്റത്തില്ല. ബഥേലിനകത്ത് വിവാഹങ്ങളെ തടയുന്ന, ബഥേലിനകത്ത് കൃത്യസമയത്ത് വിവാഹം നടക്കാതെ ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരെയൊക്കെ ഡിലേ ചെയ്യുന്ന ആ സ്പിരിറ്റ് ഓഫ് ഡിലേയുടെ ഹെഡ് സഭ ഒരുമിച്ച് കൈ ഉയർത്തി പറഞ്ഞോ, മരണത്തെയും പാതാളത്തെയും ജയിച്ച നസറായനായ യേശുവിന്റെ നാമത്തിൽ അവന്റെ തലയെ ഞങ്ങൾ ക്രഷ് ഔട്ട് ചെയ്യുന്നു. ഔട്ട്, ഔട്ട്. ഓപ്പൺ ആകട്ടെ, ഭാവി തുറക്കട്ടെ. ആ മറൈൻ സ്പിരിറ്റ് ഇനി നിങ്ങളുടെ മേൽ വാഴത്തില്ല. അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ തോളി തട്ടിയിട്ട് പറ, ഇറ്റ്സ് എ ടൈം ടു എലവേറ്റ്. മുകളിലോട്ട് കയറാനുള്ള ടൈമായി. കറങ്ങത്തില്ല, നീ കറങ്ങിപ്പോകത്തില്ല, കറങ്ങിപ്പോകത്തില്ല. ഇതിനകത്ത് പ്രവാചകരുണ്ട്. നിങ്ങൾ പറഞ്ഞോ, അസംഖ്യം ദൂതന്മാർ നിങ്ങളെ കേൾക്കുന്നുണ്ട്. അവർ അതിന് സൈൻ ചെയ്യട്ടെ, അവരതിന് അസൈൻഡ് ആകട്ടെ, അവർ അതിനു വേണ്ടി സ്റ്റെപ്പിൻ ചെയ്യട്ടെ. When you speak, angels are assigning. അങ്ങനെ ചിലരുടെ മേൽ അതോറിറ്റി ഉണ്ടല്ലോ. ആത്മതലങ്ങളെ ചലിപ്പിക്കുന്ന ചില നാവുകൾ മിണ്ടാതാക്കിയിട്ട്, ഞാൻ ഈ പറയുന്ന കണക്ക് കൃത്യമായിട്ട് അവർക്കറിയാം. പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമെന്നറിയാവുന്നവന്റെ പ്രാർത്ഥിക്കുന്ന നാവിനെ കെട്ടിയിട്ട് 1 വർഷവും 4 മാസവുമായി. ഞാൻ പറയുന്നത് അത് അറിയുന്നവർക്ക് മനസ്സിലാവും. അവര് പ്രാർത്ഥിച്ചപ്പോൾ ചിലത് തുറന്നിട്ടുണ്ട്, അവര് കൽപ്പിച്ചപ്പോൾ ചിലത് ചലിച്ചിട്ടുണ്ട്, അവര് കയറി ഇടിവിൽ നിന്നൊരു വിഷയത്തെ പിടിച്ചപ്പോൾ ചിലത് സോൾവ് ആയിട്ടുണ്ട്. അങ്ങനെ കയറി നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ചില നാവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ കഴിഞ്ഞ 1 വർഷവും 4 മാസവുമായിട്ട് അനക്കാതെ വെച്ച് കളഞ്ഞില്ലേ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ആ നാവിൻ്റെ കെട്ടഴിഞ്ഞ് അത് ഇനിയും സംസാരിച്ചു തുടങ്ങും. പ്രാർത്ഥനയുടെ ഒരു പുതിയ തീ വീഴുന്നു. അങ്ങള് പറഞ്ഞിട്ടും സഭ വിളിച്ചിട്ടുമല്ല,
മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥനയോടെ തീയോടെ കയറി വന്ന് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ചിലതിന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ സീൽ ചെയ്യുന്നു. വാ, ആ പുറകിൽ കാർഡ് തൂക്കി നിൽക്കുന്ന വോളണ്ടിയർ കാർഡ് തൂക്കി നിൽക്കുന്ന രണ്ടുപേരും കൈ ഒന്ന് ചേർത്ത് പിടിച്ചോ. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നു, സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന ചിലതിനകത്ത് തീ മതിലായി മാറാൻ പോവാണ്. വിശ്വസിച്ചോ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ നിങ്ങളുടെ അധരങ്ങളുടെ മേൽ പിളർന്നിരിക്കുന്ന തീനാളങ്ങൾ പോലെ ഒരു ദൈവ ശക്തി വന്ന് തൊടട്ടെ. ഒരു സൈഡിൽ സഭ അനങ്ങി തുടങ്ങുമ്പോൾ മറു സൈഡിൽ ചിലത് വീഴുന്ന ശബ്ദം ഞാൻ എൻ്റെ വലത്തെ കാതി കേൾക്കുന്നു. ചില ചങ്ങലകൾ വീഴുന്ന ശബ്ദം, ചില ബിൽഡിങ് പൊളിയുന്ന പോലത്തെ ശബ്ദം. കെട്ടിപ്പൊക്കി വെച്ചിരുന്നതെല്ലാം നീ അനങ്ങുമ്പോൾ വീഴുവന്നേ. ചലിച്ചു തുടങ്ങുകയാണ്. അത് ചലിച്ചു തുടങ്ങുകയാണ്. ദുഷ്ടനും വഞ്ചകനുമായവനെ, ഒരു നാഴിക നീ ഞങ്ങളെ നിശ്ചലമാക്കിയെങ്കിൽ നിന്റെ ശക്തിയെയും ആയുധത്തെയും ഇതാ കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഞങ്ങൾ സഭ ഒരുമിച്ച് ചിലതിനെ പിടിച്ചടക്കാൻ എഴുന്നേൽക്കുകയാണ്. കോൺകറിയാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ കൂടി ഉദ്ധരിച്ചില്ല എങ്കിൽ നാളെ പകലിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കൊണ്ടും തൽക്കാലം പരിശുദ്ധാത്മാവിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ടും തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ പെട്ടെന്ന് കൊണ്ടുവരികയാണ്. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും അധികാരത്തെയും സ്വീകരിച്ച നസ്രേത്തിലെ യോസേഫിൻ്റെ മകനായ യേശു, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വേഗത്തിൽ തുറക്കുക. വാക്യം 1 വായിക്കുക. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ നിന്ന് ശക്തിയും അധികാരവും. വിട്ടുപോകരുത് ആ വാക്കുകൾ. വിട്ടുപോയാൽ നമുക്കത് മൊത്തം മനസ്സിലാക്കാൻ പറ്റത്തില്ല. വിട്ടുപോകരുത് ആ വചനങ്ങൾ, ആ പദങ്ങൾ. ശക്തിയും അധികാരവും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. ആമേൻ, ഹല്ലേലൂയ. അനീഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഒരു കൈയല്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് 2 കൈയും വെട്ടി മാറ്റിയാൽ മാത്രമേ ഞാൻ വികലാംഗനാകുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാൻ എന്ന വ്യക്തിക്ക് 2 കൈകളുള്ളതുപോലെ പരിശുദ്ധാത്മാവിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന 2 കാര്യങ്ങളാണ് പവർ ആൻഡ് അതോറിറ്റി, ഡുനാമിസ് ആൻഡ് എക്സൂസിയ. ഇത് ഹോളി സ്പിരിറ്റിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റത്തില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ നിന്ന് അധികാരത്തെയും ശക്തിയെയും അടർത്തി മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ ആക്ടിവേറ്റ് ആക്കാതിരിക്കാൻ പറ്റും. എൻ്റെ ശരീരത്തിൽ നിന്ന് കൈ വെട്ടി മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ കൈ എനിക്ക് ചലിപ്പിക്കാതിരിക്കാൻ പറ്റും. ഞാൻ നടക്കുന്നുണ്ട്, പക്ഷെ കൈ ചലിപ്പിക്കാതിരിക്കാൻ എനിക്ക് പറ്റും എന്ന് പറയുന്ന പോലെ ഹോളി സ്പിരിറ്റിലെ അധികാരത്തെയും ശക്തിയെയും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, അത് അറ്റാച്ച്ഡാ. ഈ ആത്മശക്തി യേശുവിൻ്റെ ചുമലിൽ പറന്നിറങ്ങി യേശുവിനെ മുഴുവൻ നിറച്ചപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധിച്ച് കേൾക്കണം, അവൻ നടന്നതല്ല, ആത്മാവ് അവനെ നടത്തി. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് 30 വയസ്സ് പ്രായമുള്ള നസ്രത്തിലെ യേശുവിൻ്റെ ശരീരത്തിലെ ഓരോ ഓർഗൻസും ഹൈജാക്ക് ചെയ്യപ്പെട്ടു. ഞാൻ ഈ വാക്കൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മളൊരു പെന്തക്കോസ്ത് സഭയല്ലേ, നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വചനങ്ങൾ, വാക്കുകൾ പറയാൻ എനിക്കറിയാം. പക്ഷേ ആത്മാവിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നത്. കുറച്ച് മൂർച്ചയേറിയ വചനങ്ങൾ, മൂർച്ചയേറിയ പദങ്ങൾ എൻ്റെ നാവിൽ പരിശുദ്ധാത്മാവ് തരുന്നു. യേശുവിൻ്റെ മുടി ഹോളി സ്പിരിറ്റ് ഹൈജാക്ക് ചെയ്തു. കൈവിരലുകൾ പരിശുദ്ധാത്മാവ് ഹൈജാക്ക് ചെയ്തു. കൺപീലികൾ ഹോളി സ്പിരിറ്റ് ഹൈജാക്ക് ചെയ്തു. നാക്കും മൂക്കും അവൻ ഹൈജാക്ക് ചെയ്തു. നടക്കുന്ന കാലും വസ്ത്രം വരെ പരിശുദ്ധാത്മാവ് ഹൈജാക്ക് ചെയ്തു.
He possessed him completely. Oh, that's a life. അതൊരു ജീവിതമാണ്. അത് സഭയ്ക്കകത്ത് ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥന അനുഭവിക്കുന്ന മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. അത് 365 ദിവസവും നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന ഒരു ജീവിതമാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, വചനം വേണം ഞാൻ എടുത്തു തരാം. ആകയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറയാം, മനുഷ്യ രീതി പറയാം. അവയവങ്ങളെ അനീതിക്ക് സമർപ്പിച്ചതുപോലെ, അശുദ്ധിക്ക് കൊടുത്തതുപോലെ ഇപ്പോൾ ദൈവത്തിന് വിട്ടുകൊടുക്ക്. കൊടുത്താൽ എന്താ കാര്യം? ജീവന്റെ ആത്മാവിൻ്റെ പുതിയൊരു പ്രമാണം നിന്റെ അവയവങ്ങളെ പിടിച്ച് ഹൈജാക്ക് ചെയ്യും. അത് നിന്റെ കണ്ണിനെ ഹൈജാക്ക് ചെയ്താൽ ലോകത്തിലെ ഒരു മോഹവും നിന്റെ റെറ്റിനയ്ക്കകത്തോട്ട് കയറത്തില്ല. അത് നിന്റെ അധരത്തെ ഹൈജാക്ക് ചെയ്താൽ അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ഒരു വാക്കും നിന്റെ വായിൽ നിന്ന് വരില്ല. ഏത് അസ്ഥിത്താഴ്വരയ്ക്കകത്തും നീ പറയും, സൈന്യം എഴുന്നേറ്റ് വരട്ടെ. ചർച്ച് നീഡ് ദാറ്റ്. ഓ, അങ്ങനൊരു കൾച്ചർ നമുക്ക് ആവശ്യമുണ്ട്. നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന ഒരു ഉയർച്ചയും നിന്നെ ഭരിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഉയരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉയർന്നാലും അത് ഭരിക്കുകയില്ല. ഉയർന്നാലും അത് കോട്ട കെട്ടി വാഴില്ല. ഉയരും, നീ അതിനെ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് ഒടിച്ചു കളയും, അതിനെ പിടിച്ചടക്കും. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. അവയവങ്ങളിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പാപം അതിൻ്റെ തീവ്രതയോടുകൂടി അങ്ങോട്ട് തുടിച്ചുയരുമ്പോൾ നിന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും, യു നോ ലോങ്ങർ ലീവ് യുവർ സെൽഫ്. നീ നിന്നിൽ തന്നെ ജീവിക്കുന്നില്ലല്ലോ. യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. You resurrected with Christ. Now you are carrying the power of Christ and walk in the freedom. ഒന്നാമത്തെ മനുഷ്യൻ ഏതനി വീണുപോയത് അവൻ ജഡത്തിൽ നടന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഭയെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കർത്താവ് പറഞ്ഞു, അവർ ജഡത്തിൽ നടന്ന് ഇനി വീഴാതിരിക്കേണ്ടതിന് എന്നെ നടത്തിയ ആത്മാവിനെ തന്നെ അവരുടെ തലമേൽ ഞാൻ തുറക്കുകയാണ്. ഇത് ലോകത്ത് ഒരാൾക്കും ഇല്ല, പെന്തക്കോസുകാർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് AG-കാരനോ എന്തോ പറയുന്നത് IPC-കാരനോ ചർച്ച് ഓഫ് ഗോഡുകാരനോ ഉണ്ടെന്നല്ല. മാളിക മുറിയിൽ മത്ത് പിടിക്കുന്ന അനുഭവം പിടിച്ചെടുത്തവന് ഇത് കാണും. ഒരു ദിവസം ഇത് കിട്ടാതായാലുണ്ടല്ലോ, എന്തൊരു പരവേശമാ. ഒരു ദിവസം ആ സാന്നിധ്യം കിട്ടാതായാൽ എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ ഫീലിംഗാ. അക്കൗണ്ടിൽ 10 കോടി രൂപ കടന്നാലും നിന്റെ മനസ്സ് തൃപ്തിയാകത്തില്ല. എന്താ കാരണം? ഐ ലോസ് സംതിങ്. I lost the feeling. ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിലും, കുടുംബത്തിലെല്ലാം നന്നായി പോകുന്നുണ്ടെങ്കിലും, എല്ലാം ലോകം നോക്കുമ്പോൾ നന്നായിരിക്കുന്നു, such a blessed and luckiest family എന്ന് ലോകം നിന്നോട് പറഞ്ഞാലും, നിന്റെ അകത്ത് നിറവിൻ്റെ അളവ് കുറഞ്ഞാൽ അസ്വസ്ഥമാകുന്ന, അൺസാറ്റിസ്ഫൈഡ് ആകുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള വിചിത്രമായ ഒരു തോന്നലല്ല, ഇത് സഭയുടെ തോന്നലാണ്. സഭയെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നടക്കാൻ വേണ്ടിയാ. ബി പോസസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഓ, എന്നെ കേൾക്കുന്ന എല്ലാവരും കാത് തുറന്നത് കേട്ടോ. ബി പോസസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. വെൻ യു വാക്ക്, നിങ്ങൾ അങ്ങനെ പിടിക്കപ്പെട്ടവരായി നടന്നാൽ അവയവങ്ങളിലൂടെ നിങ്ങളുടെ അകത്തോട്ട് കയറുന്ന അശുദ്ധാത്മാക്കൾക്ക് ഇരിപ്പിടമില്ലാതെയാകും. കണ്ണിനകത്തേക്ക് കയറുന്ന സ്പിരിറ്റ് ഓഫ് ലസ്റ്റിന് നിങ്ങളുടെ അകത്ത് സ്പേസ് ഇല്ലാതാകും. നോ റൂം ഫോർ എനി ഡീമൻസ്. സഭ അത് കേട്ടെ. രണ്ടുപേർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ ഒരു പോയിന്റിലെത്തുമ്പോൾ നാക്കിനെ തെറ്റിക്കുന്നൊരു സാധനം കയറാറുണ്ട്, അറിയാമോ? എന്നാലും എന്തിനാ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? ഓ, ആ പാസ്റ്ററാണോ? അവൻ ഭൂലോക ഫ്രോഡാ. ഗോസിപ്പിന്റെ സ്പിരിറ്റ് നീ പോലും അറിയാതെ നീ സംസാരിക്കുന്ന ഫോണിനകത്തൂടെ നിന്റെ നാക്കിനകത്തോട്ട് കയറുമ്പോൾ, when you possessed by the Holy Spirit, പരിശുദ്ധാത്മാവ് പറയും, നോ, സ്റ്റോപ്പ് ഇറ്റ്, നിർത്തിക്കൂ. അത് അവൾ പറഞ്ഞോട്ടെ, അവൻ പറഞ്ഞോട്ടെ, നിനക്ക് പറയാൻ പറ്റില്ല. യു ആർ സെറ്റ് അപ്പാർട്ട്. നീ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പഴയ മനുഷ്യനിൽ നിന്ന് ക്രൂശ് നിന്നെ വെട്ടിമാറ്റിയിട്ടുണ്ട്. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉയർന്ന്, ഭാരമുയർന്ന്, അത് ആകുലതകളായി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും, ഓ, എല്ലാവർക്കും ദൈവം എല്ലാം ചെയ്യുന്നു, എനിക്ക് മാത്രം ദൈവം ഒരു ചുക്കും ചെയ്യുന്നില്ല എന്ന് ഉള്ളിൽ കയറി സാത്താൻ പറയുമ്പോൾ, നീ പൊസസ്ഡ് ആണെങ്കിൽ
പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞ് 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 തുളുമ്പിയിരിക്കുകയാണെങ്കിൽ ആത്മാവ് നിന്നോട് പറയും, നിന്റെ ഹൃദയത്തെ അവിശ്വാസത്തിന് വിട്ടുകൊടുക്കരുത്. ഉയർന്നു വന്ന വിരോധമായ ചിന്തയെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നീ പിടിച്ചടക്കി. ജോൺ ബാസെ, ആത്മീയ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കാൻ വലിയ സീക്രട്ടുകളൊന്നുമല്ല. ഒറ്റ കാര്യമുള്ളൂ, ബി പോസസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കിട്ടി? ബി പോസസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നവരിലൂടെയാണ് സ്വർഗം അടുത്ത തലമുറയിലേക്കുള്ള ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കുന്നത്. അങ്ങനെ പോസസ്ഡ് ആയവർക്ക് വേണ്ടിയാണ് ദൈവം മധ്യാകാശത്തിൽ കാഹളം ഊതുന്നത്. ഓ, മനസ്സിലായില്ല? 100 ഭൂതത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കൈയടിക്കുന്നവരെ വിളിക്കാനല്ല കാഹളം മുഴങ്ങുന്നത്. കാഹളം മുഴങ്ങുന്നത് ആത്മാവ് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയുടെ ആത്മാവിന്റെ അടയാളങ്ങളുള്ള കോട്ടവും മാലിന്യമില്ലാത്ത ചിലതിനെ മൺമയമായ ശരീരത്തിൽ നിന്ന് ഉടുപ്പൂരുന്നത് പോലെ വിൺമയമായ ശരീരം കൊടുത്ത് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴ്ച നടത്തുമ്പോൾ ആ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അവനോടൊപ്പം താഴേക്കിറങ്ങി വരാൻ അവൻ കാഹളമൂതുന്നത് അങ്ങനെ നിറഞ്ഞവരെ ചേർക്കാനാ. ഞാൻ വിശ്വസിക്കുന്നു, ഞാനും ബേഥേലും ഒരുമിച്ച് ആ കാഹളത്തിങ്കിൽ പൊങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആത്മാവ് ഒരുവനെ നിറച്ചാൽ പിന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കാൻ പറ്റില്ല. ഓ ആമേൻ. എത്രയോ തവണ നമ്പർ ബ്ലോക്ക് ചെയ്തു, എന്നിട്ടും അത് വരുന്നു. എത്രയോ തവണ അത് വേണ്ടാന്ന് വെച്ചു, സ്റ്റിൽ ദാറ്റ് കമ്മിങ്, ദാറ്റ് ടെംപ്റ്റേഷൻ. എന്താ വരുന്നതെന്ന് കാരണം അറിയാവോ? വിൽ പവറിലെടുത്ത തീരുമാനമാണ് വേണ്ടാന്ന്. സ്വയം മനസ്സിൽ ഇനി അതെനിക്ക് വേണ്ടാന്ന് നീ തീരുമാനിച്ചതാ. നിന്റെ തീരുമാനത്തെ പിശാച് തെറ്റിക്കണ്ടേ ഈ സമയം മതി. തീരുമാനത്തിലല്ല നീ നിൽക്കേണ്ടത്, ആത്മാവിൻ്റെ അധിനിവേശത്തിനകത്തോട്ട് കയറിക്കോ. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല വാസ്തവമായും. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, വിശുദ്ധി ഇല്ലാത്തവൻ്റെ മേൽ അധികാരം സസ്റ്റെയിൻ ചെയ്യില്ല. മുട്ടുമേലിരുന്ന് പ്രാപിക്കാൻ പറ്റുമായിരിക്കും, 3 മാസം കൊണ്ട് നടന്ന് ഓടിക്കാൻ പറ്റുമായിരിക്കും. കാലങ്ങളോളം അതൊരുവൻ്റെ മേൽ അതുപോലെ നിൽക്കണമെങ്കിൽ നീ അതുപോലൊന്ന് സെറ്റപ്പാട്ടാകണം. അതുപോലെ ഒന്ന് മുറിഞ്ഞു മാറി മറ്റൊന്നിലേക്ക് മാറണം. അതുപോലെ നിന്റെ ചിന്തകളും നിന്റെ ജീവിതവും വിശുദ്ധിയിലേക്കൊന്ന് റീപ്ലേസ്ഡ് ആകണം, റൂട്ടഡ് ആകണം, പ്ലാന്റഡ് ആകണം. എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിനോട്, ഓൺലൈൻ ഇരിക്കുന്നവർ എല്ലാവരും ഞാൻ പരിശുദ്ധാത്മാവി പറയട്ടെ, അടുത്ത തലമുറയിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് മിടുക്കന്മാരെ അല്ല, വിശുദ്ധന്മാരെയാണ്. അടുത്ത് ദൈവം അഭിഷേകം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് മിടുക്കന്മാരെ അല്ല, നിറവുള്ളവരെ അല്ല, കഴിവുള്ളവരെയല്ല, കുടുംബ പാരമ്പര്യം നോക്കിയിട്ടല്ല. ഒരു കാലത്തും അവൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഒരു വചനം കൂടി ഞാൻ മുന്നോട്ട് കയറി പറയാം, അവനെ വിട്ടിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി അത് അതുപോലെ അങ്ങ് വാ തുറന്ന് ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് പറ്റട്ടെ. യേശുവേ, നിന്നെ അല്ലാതെ എനിക്കൊന്നും വേണ്ട. ഹോളി സ്പിരിറ്റ്, നിന്നെ അല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറയാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സെക്കര്യാവിൻ്റെ മേൽ വീണതുപോലെ, മറിയയുടെ മേൽ വീണതുപോലെ, ശിമ്യോന്റെ മേൽ വീണതുപോലെ അടുത്ത കാലഘട്ടത്തെ അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന എന്തോ ചിലത് ഇന്ന് രാത്രി ദൈവാത്മാവ് ചില കരങ്ങളിൽ വെച്ചു തരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അവൻ നിറയപ്പെട്ടു. നിറഞ്ഞപ്പോൾ ആര് നടത്തുക? വചനം 4:1. അവൻ നടന്നു എന്നല്ല, ആത്മാവ് അവനെ നടത്തി. നടക്കുന്നതും നടത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ എൻ്റെ ഇഷ്ടപ്രകാരം നടത്തുന്നു. വീണ് കാലുടഞ്ഞു, സ്ട്രെച്ചറയിലായി, എൻ്റെ ഭാര്യ തോളെ തൂക്കി എന്നെ നടത്തുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? ഊഹിക്കാമല്ലോ. 2 കാലെ നിവർന്നിരിക്കാൻ സമയത്ത് എനിക്കിഷ്ടമുള്ളിടത്തോട്ടൊക്കെ ഞാൻ പോകും. കാല് 2 തളർന്നു കഴിയുമ്പോൾ എന്നെ തൂക്കിയിട്ടിരിക്കുന്ന എൻ്റെ ഭാര്യ വിചാരിക്കണം ഇയാളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോകാൻ, പക്ഷേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലെന്നേ. ഒരുത്തൻ തൂക്കി തോളലിട്ടേക്കുക, അവൻ ക്രിസ്തുവിനകത്തോട്ട് അങ്ങനെ പിടിവിട്ടു പോകുന്നൊരു തലമുറയെ കർത്താവെ എഴുന്നേൽപ്പിക്കുക.
ആഗ്രഹമുണ്ട് ചിലത് കാണണമെന്ന്, ചിലത് ചെയ്യണമെന്ന്, ചിലതൊക്കെ പറയണമെന്ന്, ചിലയിടങ്ങളിൽ പോകണമെന്ന്, ചില ഫ്രണ്ട് സർക്കിളിനടുത്തോട്ട് പോകണമെന്ന്. ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഷയെ പറയാം, ഞാൻ സംസാരിക്കുന്ന ചില യൗവനക്കാർക്ക് കൂടി വേണ്ടിയാണ്. ആ വൈബ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ വൈബ് പിടിക്കാൻ നിന്നെ കർത്താവ് വിടത്തില്ല. എന്നാന്നറിയാമോ? നിന്നെ അവൻ അടിച്ചൊതുക്കി തോളെ തൂക്കിയിട്ടേക്കുക. അതുകൊണ്ട് ഈ 7:45 8 മണിക്ക് എല്ലാവരും വൈബ് അനുസരിച്ച് പോകുമ്പോൾ നീ വൈബിനടുത്തേക്കല്ല പോകുന്നത്, നീ ന്യൂ വൈൻ്റെ അടുത്തേക്ക് വന്നേക്കുക. നിനക്ക് വേണ്ടുന്നത് ഒരു വൈബല്ല, എ ഫ്രഷ് ന്യൂ വൈൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഒടുക്കലും മടുത്തു പോകാത്ത ലഹരി. കുടിക്കാൻ തയ്യാറായിക്കോ, കുടിക്കാൻ തയ്യാറായിക്കോ, കുടിക്കാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. ഞാൻ പിന്നെയും പറയുന്നു, ഈ പ്രാർത്ഥന ഒരു സമയത്തിനകത്ത് തീർന്നേക്കാം, ഒരു മിനിറ്റ് കൊണ്ട് ആശീർവാദം പറഞ്ഞേക്കാം. പക്ഷെ എഴുന്നേറ്റ് പോകുന്ന നീ കാലുറച്ചു പോകരുത്, ആത്മാവി വിറച്ചോണം. നിന്റെ കാലുകളുടെ നിയന്ത്രണം കർത്താവിനാകട്ടെ. ഇവിടെ നിന്ന് വീട്ടിൽ പോകുന്ന വഴിക്ക് ആത്മാവ് എങ്ങോട്ടെങ്കിലും നടത്തിയാൽ കയറിപ്പോക്കോ. അത് ആശുപത്രിയാണെങ്കിൽ കയറിപ്പോക്കോ, അത് ശവപ്പുറമാണെ കയറിപ്പോക്കോ. ആത്മാവ് നിറഞ്ഞ നിന്റെ കാൽപാദം കൊണ്ട് കല്ലറകളിൽ നിന്ന് ചിലപ്പോൾ ചിലത് ഉയർത്തു വന്നേക്കാം, ചില അവയവങ്ങൾ ഉരുവായി വന്നേക്കാം, ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. കാരണം നിറഞ്ഞിരിക്കുന്നവന്റെ മേൽ ശക്തിയുമുണ്ട്, അധികാരമുണ്ട്. വളരെ ആഴത്തിൽ ഇന്ന് രാത്രി കർത്താവ് ചില ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ അത് കാണിക്കുന്നു. ചില ഹൃദയങ്ങൾ റീസബ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. കർത്താവേ, എവിടെയൊക്കെയോ എനിക്ക് എന്തൊക്കെയോ പിഴവ് പറ്റി, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി എനിക്കത് വേണമെന്ന് പറയുന്ന ചിലർ നിശബ്ദമായി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇത് നിനക്കുള്ള അവസാനത്തെ അവസരമാണ്. ഇപ്പോൾ സറണ്ടർ ആയിക്കോ. ഇപ്പോൾ നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തോ. നീ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അടുത്ത 7 മിനിറ്റുകൾക്കകത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ നഷ്ടമായ ഫയർ, again I speak the fire. Again I speak the fire. Let the fire of the Holy Ghost. Wa celebratoros. Mate kanurili pieshotorataya. Rebetes manurufna hatiris. New tongues shatebaros. The tongues of angels. Oh, Ashelhemonos Menalosoronas Mehenarov Nehitio. ആത്മാവനെ മരുഭൂമിയിലോട്ട് നടത്തി. ആത്മാവ് നടത്തി തുടങ്ങിയപ്പോൾ ഒരുത്തൻ പുറകെ കൂടി. ഞാൻ ആദ്യമായി ഹൈന്ദവ മതത്തിൽ നിന്ന് കർത്താവിലേക്കൊക്കെ വന്ന് പല പ്രസംഗങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നൊരു സമയത്ത് എൻ്റെ ഉള്ളിലെ ചിന്ത, 39 ദിവസം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 39 ദിവസം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 40ാമത്തെ ദിവസമായപ്പോൾ സാത്താൻ അവൻ്റെ അടുക്ക വന്നു എന്നാ. എന്നാൽ പിന്നീട് ഞാൻ സുവിശേഷങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ചും പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പിശാച് അവൻ്റെ പുറകെ കൂടിയത് ഉപവാസത്തിൻ്റെ 40ാമത്തെയോ 41ാമത്തോ ദിവസത്തിലല്ല. പിശാച് അവൻ്റെ പുറകെ കൂടിയത് യോർദാന്റെ കര മുതലാ. എന്താ കാരണം? യേശുവിനെ അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവൻ ജനിച്ചത് പുൽത്തൊട്ടിയിലല്ലേ, അപ്പം മുതൽ വന്നൂടെ? യേശുവാണ് മാറ്ററെങ്കിൽ 30 വയസ്സിന് നസറേത്തിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, അപ്പം എന്തേ വന്നില്ല? എന്തിനാ യോർദാന്റെ കരയിൽ വെച്ചിട്ട് മാത്രം ഇവനെ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത്? ഞാനൊരു വചനം കാണിച്ചതെന്ന് തെളിയിച്ചേക്കാം, പെട്ടെന്ന് എടുത്തോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. യെശയ്യാവ് 9:6 ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. കൈ ഉയർത്തി നിങ്ങളുടെ തോളെ തൊട്ടിട്ട് പറഞ്ഞേ, എവിടെ ഇരിക്കും? ഓൺ ദ ഷോൾഡർ. ഏതെങ്കിലും മണ്ണ് കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയിട്ട് ദൈവം അവനോട് പറഞ്ഞു, സകലത്തിൻ്റെ മേലും വാഴുവാനൊരു അധികാരം ഞാൻ നിന്റെ നാവിൽ വെച്ച് തരികയാണ്. ആദാമേ, നീ തിമിംഗലത്തോട് പറഞ്ഞാൽ തിമിംഗലം അതനുസരിക്കും. നീ ഒട്ടകത്തോടും കഴുതയോടും പറഞ്ഞാൽ അതനുസരിക്കും. നീ കുയിലിനോടും മയിലിനോടും ആടാനും പാടാനും പറഞ്ഞാൽ അതനുസരിക്കും. നീ സിംഹത്തോട് പുല്ല് തിന്നാൻ പറഞ്ഞാൽ അത് തിന്നും. അധികാരം നിന്റെ നാവേല് ഞാൻ അടിച്ചു തരിക.
2 അധ്യായങ്ങൾ മുഴുവൻ ഭൂമിയെ മുഴുവൻ ആദാം നോക്കി. ആദാം ഇങ്ങനെ 2 അധ്യായം നോക്കിക്കഴിഞ്ഞപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ സാത്താൻ വന്നു എന്നല്ല, ഉറക്കെ പറ, പാമ്പ് വന്നു. ആമേൻ എന്ന് പറഞ്ഞേ. ആരാ വന്നത്? പാമ്പ് വന്നു. എൻ്റെ ബൈബിളിൽ അങ്ങനെ, ഞാൻ ഹീബ്രു റൂട്ട് വേർഡ് നോക്കിയപ്പോഴും അവിടെയും പാമ്പെന്ന് തന്നെ, പാമ്പ് വന്നു. എന്നാൽ ഞാൻ ഡീമനോളജി പഠിച്ചു വന്നപ്പോൾ അവിടെ ഒറിജിൻ ഓഫ് ഡീമൻ എന്ന് പറയുന്നത് പാമ്പിൻ്റെ ഗണത്തിലല്ല, അത് കെരൂബുകളുടെ ഗണത്തിലാണ്. അപ്പോൾ എനിക്കൊരു കോൺട്രഡിക്ഷൻ തോന്നി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആര് വരണമായിരുന്നു? കെരൂബ് വരണമായിരുന്നു. വന്നത് കെരൂബല്ല, വന്നത് പാമ്പാ. ശ്രദ്ധിച്ച് കേൾക്കണേ, വന്നത് കെരൂബല്ല, വന്നത് പാമ്പാ. ദാവീദ് കാട്ടിനകത്ത് നിന്നപ്പോ അവന്റെ അഭിഷേകത്തെ കടിച്ചു കീറിക്കളയാൻ വന്നത് കരടിയും ചെന്നായും ഒക്കെയാ, കെരൂബല്ല. ഒരാമൻ പറഞ്ഞേ. മിസ്രയീമിനെ പിന്തുടർന്നു വന്നത് ഇസ്രായേലിന്റെ സൈന്യമാണ്, കെരൂബല്ല. മോശയ്ക്ക് മുമ്പിൽ ഉയർത്തി നിൽക്കപ്പെടുന്ന കാളക്കുട്ടിയാണ് വന്നത്, കെരൂബല്ല. നോക്കി, ഫ്രം ജനസിസ് ടു എക്സോഡസ് വരെ നമ്മളെത്തി. ഇനി വേണമെങ്കിൽ മുന്നോട്ട് പറയാം. ന്യൂ ടെസ്റ്റമെന്റിൽ യേശു യോർദാന്റെ കരയിൽ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നത് വരെ എവിടെയൊക്കെ സാത്താൻ വന്നിട്ടുണ്ടോ അവൻ എന്തെങ്കിലും ഒരു മറവ് വേണം. ഹൗവേ, പാമ്പ്, പാമ്പിന്റെ പുറകിൽ ഞാൻ. നന്നായി മനസ്സിലാക്കണേ, ഒരു ആത്മീയ രഹസ്യം പറയുക. ദാവീദേ, ചാടി വരുന്നൊരു കരടി, പക്ഷെ കരടിയുടെ പുറകിൽ ഞാൻ. ഇസ്രായേൽ ജനമേ, ആ തമ്പടിച്ചു വരുന്ന മോവാബ്യരുണ്ടല്ലോ, പക്ഷെ പുറകിൽ ഞാനാ. ഫറവോ ഉണ്ടല്ലോ, അതിന്റെ പുറകിൽ ഞാനാ. ആ നെബൂഖദ്നേസറില്ലേ, അതിന്റെ പുറകിൽ ഞാനാ. ആ ദാര്യാവേശിന്റെ പുറകിൽ ഞാനാ. എഴുന്നേറ്റ് വന്ന രാജാക്കന്മാരെയും മണ്ണിലഴയുന്ന മൃഗങ്ങളെയും വരെ മുമ്പിൽ വെച്ചുകൊണ്ട് വല്ലാത്തൊരു നാറിയ കളിയാണ് അന്ന് വരെ സാത്താൻ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യോർദാന്റെ കരയിൽ പരിശുദ്ധാത്മാവിന് പ്രാപിച്ച് പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തുമ്പോൾ അവൻ പറഞ്ഞു, മറവൊന്നും വേണ്ട. എന്താ മറവ് വേണ്ടാത്തത്? മനുഷ്യന്റെ മറവ് വേണ്ട, മൃഗത്തിന്റെ മറവ് വേണ്ട. ഞാൻ നേരിട്ട് വീണുപോയ കെരൂബിനെ പോലെ തന്നെ അവന്റെ മുമ്പിലേക്ക് പോകും. എന്താ സാത്താനെ നീ അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ കാരണം? കാര്യമുണ്ട്. ദാവീദ് അഭിഷിക്തൻ മാത്രമാ, ആദാം സൃഷ്ടി മാത്രമാണ്, ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി മാത്രമാണ്. എന്നാൽ യോർദാന്റെ കരയിൽ നിന്നും മടങ്ങുന്നവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയോ അഭിഷിക്തനോ പ്രവാചകനോ അല്ല. അവൻ ഇശ്രായേലിൽ നിന്നും പൊട്ടി വന്നിരിക്കുന്ന കുട്ടിയ. ആധിപത്യം അവന്റെ തോളിലിരിപ്പുണ്ട്. He is the king of light. അവൻ വെളിച്ചത്തിന്റെ രാജകുമാരനാ. വെളിച്ചത്തിന്റെ രാജാവ് വന്നപ്പോ ഇരുട്ടിന്റെ രാജാവ് നേരിട്ട് വന്നു. അതങ്ങനല്ലേ? ഒരു രാജ്യത്തിലെ ഒരു അംബാസഡർ വരുമ്പോൾ മറ്റൊരു രാജ്യത്തിലെ പ്രധാന അധികാരി വന്ന് സംസാരിക്കത്തില്ല, ആ രാജ്യത്തിലെ അംബാസഡർ വന്നേ സംസാരിക്കത്തുള്ളൂ. അഭിഷേകമുള്ള ഏലിയാവ് വന്നപ്പോഴും ദാവീദ് എഴുന്നേറ്റ് വന്നപ്പോഴും രാജാവും ഇസ്രായേൽ ജനവും എഴുന്നേറ്റപ്പോഴും ഇവൻ പറഞ്ഞു, എൻ്റെ റേഞ്ചിനൊത്തുള്ളത് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വല്ല പാമ്പിനെയും പഴുതാരയെയും കരടിയെയും മുയലിനെയൊക്കെ പിടിച്ച് അതിൻ്റെ പുറകിൽ നിന്നിട്ട് കളിയാ. എന്നാൽ മരുഭൂമിയിൽ യേശു വന്നപ്പോൾ അവന് മനസ്സിലായി, വന്നിരിക്കുന്നത് അംബാസിഡർ അല്ല, വന്നിരിക്കുന്നത് നിത്യരാജ്യത്വമുള്ള രാജാവാണ്. He is an eternal king. ആധിപത്യം അവന്റെ ചുമലിലുണ്ട്. രാജാവ് നേരിട്ട് ഭൂമിയിലേക്ക് വന്നെങ്കിൽ ഭൂമിയുടെ രാജാവായ ഞാൻ നേരിട്ട് പോകാൻ പോവുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു ആലോചന പറയുന്നത് ഞാനിപ്പോൾ സഭയോട് പറയട്ടെ. ഇന്നലകളിൽ എവിടെയോ മറഞ്ഞിരുന്ന്, ഏതോ വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന്, ഏതോ വീടിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന്, ഏതോ സാഹചര്യങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന്, നിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ബോസിൻ്റെ അകത്ത് മറഞ്ഞിരുന്ന്, നീ പൊക്കോണ്ടിരിക്കുന്ന ആ വീട്ടിലെ അയൽവാസിയുടെ അകത്ത് മറഞ്ഞിരുന്ന് നിന്നെ പലപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആ ദുരാത്മാവ് ഇനി നിന്നെ ടോർച്ചർ ചെയ്യത്തില്ല. അവനിനി മറവിൻ്റെ ആവശ്യമില്ല. ക്രിസ്തുവിന്റെ മേലിരുന്ന ആധിപത്യം പെന്തക്കോസ്തിൽ പിളർന്ന നാവുകളിലൂടെ ആത്മാവായി സഭയുടെ മേൽ വന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നിന്റെ ചുമലിലും ആധിപത്യമുണ്ട്.
ഓ ഷാലാറ മെബ്രോനിയൽ ഖജാന ഷനറ ഖജനായ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മരുഭൂമിയിൽ വീണുപോയ കെരൂബായിട്ട് തന്നെ അവൻ ഇറങ്ങി വന്നു. ഹി ലുക്ക് ലൈക്ക് എ ഫാളൻ കെരൂബ്. കെരൂബിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതൊരു വലിയ ആത്മീയ വിഷയമാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞാനും നമ്മുടെ ജിസസും കൂടി 1-2 വാക്കുകൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു. അപ്പോൾ സിസ്റ്ററിനോട് പറയുകയും ചെയ്തു, പക്ഷെ പറ്റുമെങ്കിലും തൊട്ട് വിടണമെന്ന്. വെറുതെ തൊട്ടങ്ങ് വിട്ടേക്കാം. സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഐ റെസ്പെക്ട് ദാറ്റ് വേർഡ്. കെരൂബിൻ്റെ മുഖം എത്ര? 4. ഏതാ ഈ 4 മുഖങ്ങൾ? പറഞ്ഞോ. ഇത് ലൈവ് പോകുന്നെങ്കിൽ പിന്നീട് പ്രൈവറ്റ് ആക്കുമായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ശരി, ആവശ്യമില്ലാതെ ഇതൊന്നും അനാത്മീയർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉള്ളിലിരിക്കുന്നവൻ ഇത് അറിയുമ്പോൾ ഇച്ചിരി പ്രശ്നം ഉണ്ടാകും. ഉണ്ടായാലും കുഴപ്പമില്ല. നിന്നെ സുഖിപ്പിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്, നിന്നെ ഇളക്കിക്കളയാനാ. അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനായി സ്തോത്രം. അഭിഷേകം വരുമ്പോൾ അസ്വസ്ഥത വരണമല്ലോ. വെളിച്ചപ്പാടത്തിയുടെ അകത്തിച്ചിരി ഇളക്കം ഉണ്ടാകണമല്ലോ. ശരി, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വന്നേക്കാം. കെരൂബിന് 4 മുഖങ്ങളാണ്. 1 സിംഹമുഖം, കഴുകുമുഖം, കാളമുഖം, 1 മനുഷ്യൻ്റെ മുഖം. നിങ്ങളൊന്ന് വേദപുസ്തകം നന്നായി പഠിക്കണം. ഞാൻ ആവർത്തിക്കുന്നു, സ്റ്റഡി വെൽ, നന്നായി പഠിക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മഹത്വം വെളിപ്പെട്ടു. മഹത്വം വെളിപ്പെടുന്നതിൻ്റെ ആദ്യപടിയായി കെരൂബ് വെളിപ്പെട്ടു. അപ്പോൾ യെഹെസ്കേൽ പറയുന്നു, ഞാൻ മരിച്ചവനായി നിലമ്പാടെ വീണു. വീണുടനെ കെരൂബ് പറഞ്ഞത്, കൊള്ളാം മോനെ, നന്നായിട്ടൊരു 5 മിനിറ്റ് കിടന്നോന്നല്ല, ഡു നോട്ട് ബൗ ഡൗൺ ബിഫോർ അസ്. ആരാധന ഞങ്ങൾക്കുള്ളതല്ല. ഞങ്ങൾക്ക് 4 മുഖം ഉണ്ടായിരിക്കും, പക്ഷേ ആരാധന ഞങ്ങൾക്കുള്ളതല്ല. ആരാധന ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനും അവൻ്റെ പിതാവിനും മാത്രം. അത് പഴയ നിയമത്തിൽ റെഫറൻസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിപ്പിക്കുന്നില്ല, വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. പുതിയ നിയമത്തിലും ദൂതൻ പ്രത്യക്ഷനായപ്പോൾ, കെരൂബ് അപ്പിയർ ആയപ്പോൾ, മരിച്ചതുപോലെ ചിലരങ്ങ് സാഷ്ടാംഗം വീണു. ഉടനെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, ഡു നോട്ട്, ചെയ്യരുത്, ആരാധന ഞങ്ങൾക്കുള്ളതല്ല. ആമേൻ. ദൈവത്തിൻ്റെ ആർമിയിൽ പ്രോട്ടോകോളിൽ നിൽക്കുന്ന ഒരു കെരൂബും ഒരാരാധനയും സ്വീകരിക്കത്തില്ല. ആമേൻ പറഞ്ഞേ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് കെരൂബുകൾ വരും, നിങ്ങളുടെ അടുക്കിലേക്ക് ദൂതന്മാർ വരും. വീണേക്കരുത്, നമസ്കരിച്ചേക്കരുത്, ഇത് ദൈവമാണെന്ന് ഓർത്തേക്കരുത്. അവൻ ആജ്ഞ അനുസരിക്കുന്ന സേവകാത്മാക്കളാ. വീഴാനും വണങ്ങാനും ഒരൊറ്റയാളെ യോഗ്യനുള്ളത് അറുക്കപ്പെട്ട കുഞ്ഞാണ്. ആരാധന സ്വീകരിക്കാൻ ഒരു നാമമേ യോഗ്യമായിട്ടുള്ളൂ, അത് യഹോവയുടെ നാമം മാത്രമാണ്. ഞാൻ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് തെന്നുന്നു, എന്നാലും തിരിച്ചു വന്നേക്കാം. എന്നാൽ ഇതുപോലെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ സൗന്ദര്യപൂർണനായി 4 മുഖങ്ങളുമായി ഇരുന്നരുളിയിരുന്ന ഒരു അരുണോദയ പുത്രനായ ശുക്രനുണ്ട്. അവനും കെരൂബ. ഒന്ന് പറഞ്ഞ എന്താ? അവനും കെരൂബ. അവൻ്റെ നിഗളം തന്നെ, അവൻ്റെ ആഗ്രഹം തന്നെ, എന്തിനാ ഈ ജനം മുഴുവൻ 24 മണിക്കൂർ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ മാത്രം ആരാധിക്കുന്നത്? 2ാമത്തെ സ്വർഗമായ ഭൗമാന്തരീക്ഷത്തിൽ ഒട്ടും മോശമല്ലാത്തൊരു വലിയ ഗ്രഹത്തിൻ്റെ നാഥനായി ഞാനിവിടെ ഉണ്ടല്ലോ. പോരാത്തതിന് എൻ്റെ ചിറകടിയിൽ നിന്ന് ഉയരുന്ന സ്വർഗീയ സൈന്യവും അതിനകത്ത് ഉയരുന്ന സംഗീതവുമാണ് കോസ്മിക്കിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇച്ചിരി ആരാധന എനിക്കും തന്നെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഐ ഡിസേർവ് ദാറ്റ് എന്ന് അവന് താനേ തോന്നി. അതുകൊണ്ട് അവൻ ചിന്തിച്ചു, 2ാം സ്വർഗമായ ആകാശമണ്ഡലത്തിൽ നിന്ന് 3ാം സ്വർഗമായ സിംഹാസനത്തിൽ കയറി യഹോവയുടെ സിംഹാസനം മറിച്ചിട്ടിട്ട് അവിടെ കയറി ഇരിക്കാം. പിശാചിന്റെ തോന്നൽ, ഹി നീഡ്സ് വർഷിപ്പ്. അവന് പ്രൈസ് ആഗ്രഹമുണ്ട്, ആരാധന വേണമെന്നൊരു കൊതി തോന്നി. ഉടനെ ദൈവം പറഞ്ഞു, എടാ, എൻ്റെ സൃഷ്ടികളിൽ അത് ശരീരമുള്ള ഭൗമജീവികളാണെങ്കിലും ശരീരമില്ലാത്ത സെലസ്റ്റിയൽ ബീയിങ്സ് ആണെങ്കിലും ഒരിക്കലും കാണാൻ പാടില്ലാത്തത് നിന്നിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് നിന്റെ പർവ്വതവും നിന്റെ ഗ്രഹവും നിന്റെ സ്ഥാനവും ഞാൻ നീക്കിയിട്ട് നിന്നെ വെട്ടി താഴേക്കിടുന്നു. ഇന്ന് നമ്മുടെ നടുവിൽ ലോകത്തെമ്പാടത്തും ആരാധന കൊതിക്കുന്ന ഒരു കെരൂബ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ അവൻ നിങ്ങളോട് പറയും, ഭയപ്പെടരുത്, ആരാധിക്കുകയും ചെയ്യരുത്. മിണ്ടിയില്ലാമേ. ഭയപ്പെടരുത്, ആരാധിക്കുകയും ചെയ്യരുത്. എന്നാൽ ആരാധന കൊതിക്കുന്ന ഒരു കെരൂബ് കറങ്ങി നടക്കുന്നുണ്ട്.
ഒരു വലിയ വഞ്ചനയെ ഞാൻ തുറന്നു കാണിക്കാം. ഇവൻ എത്ര മുഖമുണ്ട് പറഞ്ഞോ? യേശുവിൻ്റെ നാമത്തിലാ സ്തുതി, പക്ഷെ പുറകില് വലിയ സ്ക്രീനിൽ സിംഹത്തിൻ്റെ തലയാ. എടാ, ഇത് ദൈവത്തിൻ്റെ പ്രോട്ടോക്കോളിലുള്ള കെരൂബിൻ്റെ തലയല്ല, ഇത് ആരാധന കൊതിക്കുന്നവൻ്റെ വഞ്ചനയാ. മുമ്പിൽ നടക്കുന്നത് വലിയ വിടുതൽ ശുശ്രൂഷയാ, പക്ഷെ പുറകിലെ ബാനറയിലെ ചിറക് വിരത്തി പറക്കുന്ന ഒരു കഴുകന്റെ മുഖമാ. ഇത് വീണുപോയ ദൂതന്റെ വാഞ്ചയാണ്, കൊതിയാണ്. അവൻ ശക്തമായും തന്ത്രപൂർവമായും സഭകളെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പർ ഇന്നോ DP-ക്കകത്ത് നിന്നോ അങ്ങനത്തെ അൺവാണ്ടഡ് ഡിമോണിക്കായ പിക്ചേഴ്സുകൾ മാറ്റിക്കോ. നിങ്ങളത് സമർത്ഥമായി വഞ്ചിക്കാൻ പോവുകയാണ്. കാളയുടെയും കഴുകൻ്റെയും സിംഹത്തിൻ്റെയും മുഖങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇത് യേശുവിൻ്റെതാണെന്ന് ധരിപ്പിച്ചിട്ട്, മറ്റൊരു വ്യാജം നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ അകത്ത് വലിയ ഡിസപ്ഷൻ കൊണ്ടുവയ്ക്കുകയാണ്. തെറ്റരുതെന്ന് ഹൃദയത്തിൽ വലിയ ഭാരമുള്ളത് കൊണ്ട് മാത്രം ഞാനത് പറയുക. വീണുപോയ കെരൂബായി തന്നെ അവൻ മരുഭൂമിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. എന്തുകൊണ്ട്? ആധിപത്യം യോർദാന്റെ കരയിൽ നിന്ന് നടന്ന് നീങ്ങുന്നവന്റെ ചുമലിൽ ഇരിപ്പുണ്ട്. എന്താ നീ ദാവീദിന് പുറകെ പോകാത്തത്? വചനപ്രകാരം ഇശായിയിൽ നിന്നും ഉണ്ടായി വരുന്ന മുള ദാവീദല്ലേ, എന്താ അവന്റെ പുറകെ പോകാത്തത്? പോയിട്ട് കാര്യമില്ല. ശരി, രണ്ടാം തലമുറയിൽ ശലോമോൻ ഉണ്ടായിരുന്നല്ലോ, എന്തേ പോകാത്തത്? പോയിട്ട് കാര്യമില്ല. ഇശായിയുടെ തലമുറ പിന്നെ നീണ്ടല്ലോ. യെശയ്യാവിന്റെ പ്രവചനം അനുസരിച്ച് അവന്റെ കുടുംബത്തിൽ നിന്നല്ലേ വരേണ്ടിയത് ഒരു ആധിപത്യമുള്ളവൻ. ഒരു തലമുറയിലും അന്വേഷിച്ചവൻ പോയില്ല. പോയിട്ട് കാര്യമില്ല. എന്താ കാരണം? ഇവരെല്ലാവരും കരടിയെ കീറുമായിരിക്കും, രാജ്യം സ്ഥാപിക്കുമായിരിക്കും, ജ്ഞാനം പറയുമായിരിക്കും, വലിയ വലിയ ഭൗതിക അനുഗ്രഹങ്ങളെ കൊണ്ടുവരുമായിരിക്കും. പക്ഷേ they are not harming me. അവർ എന്നെ അപകടപ്പെടുത്താത്തിടത്തോളം കാലം എനിക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ നസ്രായനായ യോസേഫിന്റെ മകനായ യേശു യോർദാന്റെ കരയെന്ന് പോയപ്പോൾ പുറകെ വെച്ച് പിടിച്ചേണ്ട കാര്യം എന്നാ? അവന്റെ മേലൊരു സാധനം പതിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹാംഫുൾ us. അത് ഇരുട്ടിന്റെ രാജാവായ എനിക്കും രാജ്യത്തിനും കേടുണ്ടാക്കുന്നതാണ്. അവനൊരു അപകടകാരിയാണ്. വാ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ആ വാക്ക് പിന്നീട് എന്നോട് പറയുന്നു. അന്ന് ആ തലമുറയിൽ യേശു അപകടകാരിയായിരുന്നെങ്കിൽ 2025 സാത്താന്യ മണ്ഡലങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തിയും അധികാരവും ഒരുപോലെ വിടത്തി നിൽക്കുന്ന സഭയും അവന്റെ മക്കളും അപകടകാരികളാണ്. യു ആർ ഡേഞ്ചറസ്. ഓ, ആ വാക്ക് ഞാൻ അങ്കിൾ ഇവിടെ പറയുന്നത് കേട്ടു. യു ആർ ഡേഞ്ചറസ്ലി അനോയിന്റഡ്. അപകടമാണ് നീ. ബാംഗ്ലൂരിലെ വാഴുന്ന വാഴ്ചകൾക്ക് നീ ഒരു അപകടമാണ്. ഇന്ത്യയിൽ വാഴുന്ന പലതിനും നീ അപകടമാണ്. ഒരു കാര്യം കൂടി ഞാൻ വായിച്ചു പറഞ്ഞേക്കാം. റെവലേഷൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകും. ഒരു വചനം മാത്രം, ലൂക്കോസ് 4:13 പെട്ടെന്ന് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം, അങ്ങനെ പിശാച് അവനെ കൊണ്ടൊക്കുന്ന ഒക്കെ ഇങ്ങ് ചെയ്തതിന് ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. എന്താ അതിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്? until another more opportune and favorable time, for a period of time. ആരെ വിട്ടിട്ട് മാറിക്കളഞ്ഞു? യേശുവിനെ വിട്ട് മാറിക്കളഞ്ഞു. എന്താ കാരണം? ഹൈലി എക്സ്പ്ലോസീവാ, കളിക്കാൻ പറ്റത്തില്ല. ഹൈലി എക്സ്പ്ലോസീവാ. ഈ വലിയ ഇന്ധനം കൊണ്ടുപോകുന്ന വണ്ടികളുടെയൊക്കെ മുകളിൽ അങ്ങനെ ഒരു വാക്ക് എഴുതി വെക്കാറുണ്ട്, ഡേഞ്ചറസ്. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മാരക ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ചിലതിൻ്റെ മേലൊക്കെ ഇങ്ങനൊരു സൈൻ വെക്കും, ഒരു വാണി വെക്കും. എന്താ? തീയും കൊണ്ട് കളിക്കാൻ പോയേക്കരുത്. കുഞ്ഞു പിള്ളേരോട് കളിക്കുന്ന പോലെ അതിനോട് ഇടപെട്ടേക്കരുത്. ഇടപെട്ടാൽ എന്താ കാരണം? അത് നിന്നെയും തീർക്കും. പൊട്ടിയാൽ എത്രത്തോളം പരിധിയിലെത്തുമോ അത്രയും തീർക്കും. മരുഭൂമി വെച്ചിട്ട് സാത്താൻ ഒരു കാര്യം മനസ്സിലായി, ഇവനെ വിട്ടേക്കാം. കാരണം എന്താ? ഒരു സമയത്തേക്ക് ഇവനെ വിട്ടേക്കാം. ഇനിയും ഇവനോട് നേരെ നിന്ന് മുട്ടാൻ നിന്നാൽ ഇവൻ പൊട്ടും. ഇവൻ പൊട്ടിയാൽ 3.5 വർഷം കൊണ്ടുള്ള സംവിധാനം മുഴുവൻ വേണമെങ്കിൽ 3.5 നാഴിക കൊണ്ട് ഇവൻ തീർത്തു കളഞ്ഞേക്കും. ഞാൻ ആത്മാവിൽ ചിലരെ മുഖത്ത് നോക്കി, കണ്ണുകളിൽ നോക്കി ഒരു ആലോചന പറയാം.
നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു മുദ്ര കിടപ്പുണ്ട്. ഹൈലി എക്സ്പ്ലോസീവ്, ഹൈലി എക്സ്പ്ലോസീവ്, ഹൈലി എക്സ്പ്ലോസീവ്. സാത്താനെ, ഇത് നിന്റെ കൈറോസ് അല്ല, ഇത് ഞങ്ങളുടെ കൈറോസാ. നിന്റെ കൈറോസിന് വേണ്ടി നീ മാറി ദൂരെ നിന്നോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു 3 വചനങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോഴോ ഇരുട്ടിന്റെ നാഴികയാകുന്നു, ഇപ്പോഴോ ലോകത്തിന്റെ പ്രഭു വരുന്നുണ്ട്, ഇത് അവന്റെ സമയമാണ്. ക്രൂശിലേക്ക് പോകുന്നതിനും ഗെത്സമനയ്ക്ക് മുമ്പ് വരെ അവൻ ഒരു നാഴിക പോലും അവന്റെ അടുക്കലേക്ക് വന്നിട്ടില്ല, അവന്റെ പ്രവർത്തികളെ തടഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? തടയാൻ പറ്റത്തില്ല, ഇത് യേശുവിന്റെ സമയമാണ്. ഇത് എക്സ്പ്ലോഷന്റെ ടൈമാണ്. എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ പോവാണ്. ഓ ലാമാഷ്, കഴിവെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് മുന്നിലോട്ട്, എല്ലാവരും അല്ല, പ്രത്യേകിച്ചൊരു പകർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ എല്ലാവരും ഒന്ന് മുന്നിലോട്ട് ഓടി വന്നേ. 4-5 മിനിറ്റുകൾക്കകത്ത് നമ്മൾ പെട്ടെന്ന് തീർത്തേക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഗ്രഥിതമായി എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആമേൻ. ഞാനിതാ പിന്നെയും ആവർത്തിക്കുന്നു, ദിസ് ഈസ് ദ ടൈം ഓഫ് ചർച്ച്. ഇത് സഭയുടെ സമയമാണ്, ഇത് സഭയുടെ നാഴികയാണ്. യോർദാനിൽ നിന്ന് പിശാച് ഇനി നിനക്കിഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞ് മാറിയതുപോലെ ഞാൻ ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരെ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രി കൊണ്ട് ചിലത് നിങ്ങളെ വിട്ടങ്ങ് മാറും. ഇനി അവളെ തൊടാൻ പറ്റില്ല. എന്താ കാരണം? ഹൈലി എക്സ്പ്ലോസീവ്. കണ്ണടച്ചോ, കരങ്ങൾ ഉയർത്തി പിടിക്കുകയോ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേലും ചെയ്തോ. പക്ഷേ ഒരു കാര്യത്തിന് മാനസികമായി തയ്യാറെടുക്കുക. ഈ വരുന്ന 2-3 മിനിറ്റുകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു എക്സ്പ്ലോസീവ് അനോയിൻറ്റിങ്, ഒരു ഡേഞ്ചറസ് അനോയിൻറ്റിങ് ഐ നീഡ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു. എന്നോട് പറയുന്ന വാക്കിങ്ങനെയാണ്, ചിലരുടെ മേൽ അവൻ മുദ്രകൾ വെക്കുകയാണ്. എക്സ്പ്ലോസീവ് മുദ്രകൾ, ഡേഞ്ചറസ് മുദ്രകൾ. രോഗത്തിന് നീ ഒരു അപകടകാരിയാണ്. ബിക്കോസ് യു ആർ ക്യാരിങ് എ ഹീലിംഗ് അനോയിന്റിംഗ്. യു ആർ ക്യാരിങ് എ ഡെലിവറൻസ് അനോയിന്റിംഗ്. ബന്ധനങ്ങൾക്ക് നീ ഒരു അപകടകാരിയാണ്. കാരണം നിങ്ങളുടെ മേൽ നുഖങ്ങളെ ഒടിക്കുന്ന ചിലതുണ്ട്. ചിലരുടെ നെറ്റിമേൽ, ചിലരുടെ കരങ്ങളിൽ. I release the authority. I release the authority over demons and darkness. Take it. Lavro Shatapa. Leve Ravuri Shetelabaya. Lebe Labo Rumna Spirkataya. Take. Be healed. Be delivered. Let your time shine. Le Faba Rahato. Yes. Frata la Raba. Yentono Roshkadata. Lebena Rufria. Something unusual. The mantle of gathering Kulman is upon you.